അപ്പോൾ ഇനി എല്ലാ കണ്ണുകളും തൃശ്ശൂരേക്കാണ്. അതെ, പാലക്കാട് പറയേണ്ടത് പറഞ്ഞ്, കൊടുക്കേണ്ട വാഗ്ദാനം കൊടുത്ത്, നടപ്പിലാക്കേണ്ടത് നടപ്പാക്കുമെന്ന് ആവർത്തിച്ചു പറഞ്ഞ് നരേന്ദ്രമോദി തൃശ്ശൂരേക്ക് തിരിക്കുന്നു. വളരെ പെട്ടെന്ന് തൃശ്ശൂരിലെത്തിച്ചേരും. തൃശ്ശൂരിലെത്തിച്ചേരുമ്പോൾ തീർച്ചയായും നമ്മുടെ ഈ ടൈറ്റിൽ പൂർണ്ണമാകും, അല്ലേ? നരേന്ദ്രപൂരം എന്ന തലക്കെട്ട് അക്ഷരാർത്ഥത്തിൽ അത് ശരിയാകും. അവിടെ ഒരു പൂരനഗരിയിൽ കാത്തുനിൽപ്പാണ് BJP NDA പ്രവർത്തകരൊപ്പം പൊതുജനങ്ങൾ. അതുള്ള വലിയ റോഡ് ഷോ എനിക്ക് തോന്നുന്നു തൃശ്ശൂരാണ്. 900 മീറ്റർ എന്നാണ് മനസ്സിലാക്കുന്നത്. 1 കിലോമീറ്ററോളം സ്വരാജ് റൗണ്ട് വരെ നീണ്ടു നിൽക്കുന്ന വലിയ ഒരു റോഡ് ഷോയാണ്. ഒരു പക്ഷെ അതുകൊണ്ടാകും പാലക്കാട്. അദ്ദേഹം പൊതുവെ എങ്ങനെയാണ്, റോഡ് ഷോ അതിഗംഭീരമാകുന്ന ഇടങ്ങളിൽ അധിക നേരം സംസാരിക്കാറില്ല. അതേസമയം അധിക നേരം സംസാരിക്കുന്ന ഇടങ്ങളിൽ വലിയ റോഡ് ഷോ ഉണ്ടാകാറുമില്ല. എനിക്ക് തൃശ്ശൂരിൽ സമ്മേളനമില്ല, റോഡ് ഷോ മാത്രമാണുള്ളത്. അരുൺ കൊടുങ്ങൂരുണ്ട് തെക്കേ ഗോപുരനടയിൽ നിന്നും. അരുൺ, പാലക്കാട് അങ്ങനെ ആവേശക്കാഴ്ചകൾ നമ്മൾ കണ്ടു. അവിടെ അദ്ദേഹം സംസാരിച്ചു, ഒരു ചെറിയ റോഡ് ഷോയിൽ പങ്കെടുത്തു, ജനസാഗരത്തെ അഭിവാദ്യം ചെയ്തു. ഇതാ പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗം ഇപ്പോൾ തൃശ്ശൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിൽ എത്രത്തോളം വലിയ ആവേശമാണ്. കാരണം ഭാരതീയ ജനതാ പാർട്ടി ഈ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികൾ BJPയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ അദ്ദേഹം തുടക്കം കുറിച്ചത് തൃശ്ശൂരിൽ നിന്നാണ്. അപ്പോൾ തൃശ്ശൂർ എന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ BJP അടയാളപ്പെടുത്തുന്ന ഒരു പ്രദേശമാണ്. അവിടേക്കാണ് പ്രധാനമന്ത്രി എത്തുന്നത്. തീർച്ചയായും പറഞ്ഞറിയിക്കുന്നതിനപ്പുറത്തേക്കൊരു വലിയ ആവേശം. ഏതാനും ദിവസങ്ങൾക്കപ്പുറത്തേക്ക് പൂരം കൊടിയേറുന്ന ആ ഒരു മണ്ണിലേക്ക് മറ്റൊരു പൂരത്തിൻ്റെ വിളംബരം തന്നെയാണ് ഈ നരേന്ദ്രമോദിയുടെ ഒരു സന്ദർശനമെന്ന് നമുക്ക് പറയാൻ കഴിയും. അത്ര വലിയൊരു ജനസഞ്ചയമാണ് ഈ ശക്തൻ്റെ തട്ടകത്തിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി മിനിറ്റുകൾ ഇനിയുള്ള ഒരു കാത്തിരിപ്പാണ്. ഈ റോഡിൻ്റെ ഇരുവശത്തും ഇങ്ങനെ പ്രവർത്തകരെ കൊണ്ട്, നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്ന ആളുകളെ കൊണ്ട്, BJP പ്രവർത്തകരെ കൊണ്ട് അങ്ങ് നിറഞ്ഞിരിക്കുകയാണ്. എന്തായാലും സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ തന്നെ പാലിച്ചുകൊണ്ടൊരു ആണ് ഇവിടെ ഒരുക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ റോഡ് ഷോ നടക്കുന്ന ആ വേദിക്ക് പുറത്തേക്ക് ഒരുപാട് ആളുകൾ ഇപ്പോഴും കാത്തു നിൽക്കുകയും അവിടെ വലിയ തിരക്കാണ്. 5 വരികളായി ക്രമീകരിച്ചാണ് പൊതുജനങ്ങളെ, അദ്ദേഹത്തെ കാണാനെത്തുന്നവരെ, BJP പ്രവർത്തകരെ, NDA പ്രവർത്തകരെ ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ 1 കിലോമീറ്ററോളം നീളുന്ന വലിയ റോഡ് ഷോ. ഈ 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഒത്തിരി നേരമെടുക്കും. കാരണം എല്ലാവരെയും അഭിവാദ്യം ചെയ്തൊന്ന് കൈവീശി കാണിച്ച് ഒരുപക്ഷെ പുഷ്പവൃഷ്ടിക്ക് നടുവിലൂടെ കടന്നു പോകുന്ന നരേന്ദ്രമോദി മനസ്സിൽ വരുന്നുണ്ടല്ലേ? അതെ അതെ, ഉറപ്പായിട്ടും. അനന്തപുരിയിൽ അടുത്ത കാലത്ത് അദ്ദേഹം നടത്തിയതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം പിടിച്ചതിന് ശേഷം അനന്തപുരിയിൽ പ്രധാനമന്ത്രി നടത്തിയതിന് സമാനമായ രീതിയിലുള്ള റോഡ് ഷോ അല്പസമയത്തിനകം തൃശ്ശൂരിൽ നടക്കാൻ പോകുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ കടന്നു വരുന്ന ആ പാതകളുടെ ഇരുവശങ്ങളിലുമായി ആയിരക്കണക്കിന് ആളുകൾ ഇതിനകം തന്നെ ഒത്തുകൂടിയിരിക്കുന്നു. തൃശ്ശൂരിൽ ഏതാണ്ട് വലിയ റോഡ് ഷോ, വമ്പിച്ച റോഡ് ഷോയാണ് നടത്തുന്നത്. തൃശ്ശൂർ ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലുള്ള മുഴുവൻ NDAയുടെ സ്ഥാനാർത്ഥികളും ഈ പ്രചരണത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്, റോഡ് ഷോയുടെ ഭാഗമാകുന്നുണ്ട്. തൃശ്ശൂർ എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ആദ്യമായി കേരളത്തിൽ അക്കൗണ്ട് തുറന്ന ഒരു പ്രദേശമാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ 7-ൽ 6 സീറ്റുകളിലും 1-ാം സ്ഥാനത്തെത്തിയ ഒരു ജില്ലയാണ്. അതിനാൽ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന കേരളത്തിലെ ജില്ലകളിലൊന്നാണ് തൃശ്ശൂർ എന്ന കാര്യത്തിൽ സംശയമില്ല. തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിൽ നിന്ന് BJPക്ക് ലഭിക്കുന്ന ആദ്യ MP-യും തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂർ എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്ന ഇടമാണ് എന്ന് നമുക്കറിയാം. സ്വരാജ് റൗണ്ടിൽ അദ്ദേഹം എത്തിച്ചേരുന്ന ഇടത്ത്, അതിനടുത്ത് നിന്ന് സാനു കെ സജീവ് ഒപ്പം ചേരുന്നുണ്ട്. സാനു, അവിടെ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെ, വൻ ജനബാഹുല്യമാണോ? കൃഷ്ണരാജ്, എന്തായാലും തൃശ്ശൂർ കാത്തിരിക്കുകയാണ് നരേന്ദ്രമോദിനെ. അതായത് വരാനിരിക്കുന്ന ഏപ്രിൽ 27-നാണ് തൃശ്ശൂർ പൂരമെങ്കിൽ അല്പസമയത്തിനുള്ളിൽ നരേന്ദ്രപൂരം തൃശ്ശൂരിൽ നടക്കുകയാണ്, പൂരത്തിൻ്റെ മണ്ണിൽ നടക്കുകയാണ്. എന്തായാലും വലിയ കാത്തിരിപ്പാണ് തൃശ്ശൂരിലെ BJP പ്രവർത്തകരുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ വലിയ ആവേശത്തിലായിരുന്നു നരേന്ദ്രമോദിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി. അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 BJP ഐതിഹാസികമായിട്ടുള്ള വിജയം നേടിയ ജില്ലയാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ, അതായത് ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തുന്ന
അല്ലെങ്കിൽ BJPയുടെ കേന്ദ്ര നേതൃത്വം ഏറ്റവും കൂടുതൽ ശ്രദ്ധ വെച്ച് പുലർത്തുന്ന ജില്ലകളിൽ ഒന്നുകൂടിയാണ് തൃശ്ശൂർ എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. അന്ന് 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 ലീഡ് ചെയ്തുകൊണ്ടാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നും ലോക്സഭയിലേക്ക് നടന്നു കയറിയത്. ആ ഒരു ഐതിഹാസിക വിജയം നേടുമ്പോൾ 72,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചു കയറിയത്. എന്തായാലും അത്തരത്തിൽ ഐതിഹാസികമായിട്ടുള്ളൊരു വിജയം നേടിയ ജില്ലയിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP വലിയ രീതിയിൽ വിജയം പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇന്ന് രാവിലെ മുതൽ പറയുന്നതാണ് തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ നിയോജക മണ്ഡലം മുൻ മുഖ്യമന്ത്രി K. കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലാണ് NDA സ്ഥാനാർത്ഥിയായി ഇവിടെ നിന്നും ജനവിധി തേടുന്നത്. ഒപ്പം തന്നെ 2024 സുരേഷ് ഗോപിയുടെ വിജയത്തിന് ഏറ്റവും കൂടുതൽ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച ആളാണ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ. അന്ന് അദ്ദേഹം ജില്ലാ പ്രസിഡന്റായിരുന്നു. ഇന്ന് അദ്ദേഹം സംസ്ഥാന ഉപാധ്യക്ഷനാണ്. KK അനീഷ് കുമാർ മണലൂരിൽ നിന്നാണ് ജനവിധി തേടുന്നത്. അതേപോലെ തന്നെ 58 വർഷമായിട്ട് CPIക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച CC മുകുന്ദൻ അടക്കം ജനവിധി തേടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തിലാണ്. ഒരു സിറ്റിംഗ് MLA അടക്കം ജനവിധി തേടുന്ന ജില്ലയിൽ അത്രയേറെ പ്രാധാന്യത്തോടു കൂടി BJP ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കാണുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മണിക്കൂറുകളായിട്ട് ജനം ഇങ്ങനെ ഒഴുകുകയാണ് വടക്കുന്നാഥൻ ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വഴിയിലേക്ക്. ആ തൃശ്ശൂർ ജില്ല ഒന്നാകെ ഒഴുകി ഈ വലിയ ജനസഞ്ചയമായിട്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന മണിക്കൂറുകളിൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രധാന സേവകനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ആ നരേന്ദ്രപൂരം കാണുന്നതിന് വേണ്ടി ജനങ്ങൾ ഇങ്ങനെ തൃശ്ശൂർ റൗണ്ടിൽ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ ജനങ്ങൾ ഇവിടെ നിൽക്കുന്നു. അതായത് നമ്മൾ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പോരാട്ടമാണ് തൃശ്ശൂർ ജില്ലയിൽ എമ്പാടും നടക്കുന്നത്. തിരുവനന്തപുരം പോലെ തന്നെ പാലക്കാട് പോലെ തന്നെ BJPക്ക് വളരെ അധികം കാലം മുൻപ് തന്നെ ഉണ്ടായതല്ല, വളരെ പെട്ടെന്നുണ്ടായ ഒരു ഉരുക്ക് കോട്ടയായി മാറിയതാണ് തൃശ്ശൂർ ജില്ല. അതുകൊണ്ട് തന്നെ ആ ഉരുക്ക് കോട്ടയെ സംരക്ഷിക്കുക എന്നൊരു ലക്ഷ്യവും BJPക്കുണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടി BJP നോക്കിക്കാണുന്നു, പ്രധാനമന്ത്രിയുടെ വരവിനെ നോക്കിക്കാണുകയാണ്. പാലക്കാട്ടും തൃശ്ശൂരിലുമെല്ലാം ആവേശ കാഴ്ചയാണ്. ഭാരതത്തിന്റെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 2 ജില്ലകളിൽ NDAയുടെ തെരഞ്ഞെടുപ്പ് പരിപാടികൾക്കായി എത്തുന്നു. അതിൽ ഒരെണ്ണം പൂർത്തീകരിച്ചുകൊണ്ട് അദ്ദേഹം അല്പസമയത്തിനകം തൃശ്ശൂരിലേക്ക് എത്തുകയാണ്. സ്വരാജ് റൗണ്ടിലെയും അതോടൊപ്പം തന്നെ തെക്കേ ഗോപുര നടയുടെ ഭാഗത്ത് നിന്നുമുള്ള ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാം. തൃശ്ശൂരിൽ വമ്പിച്ച റോഡ് ഷോയാണ് പ്രധാനമന്ത്രി നടത്താൻ പോകുന്നത്. നേരത്തെ സാനു സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ 6 നിയമസഭാ സീറ്റുകളിൽ ഒന്നാമതെത്തിയത് ഭാരതീയ ജനതാ പാർട്ടിയായിരുന്നു എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം. തൃശ്ശൂർ, അതോടൊപ്പം തന്നെ മണലൂർ, ഒല്ലൂർ, ഇരിങ്ങാലക്കുട, നാട്ടിക, പുതുക്കാട് തുടങ്ങിയ നിയമസഭാ സീറ്റുകളിൽ BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനത്ത് എത്തിയിരുന്നു. അതുതന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ ഈ സീറ്റുകളിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്താൻ കഴിഞ്ഞ മുന്നേറ്റം ആവർത്തിക്കാൻ കഴിയുമോ? അങ്ങനെ ആവർത്തിച്ചാൽ അത് ചരിത്രമാണ്. തൃശ്ശൂരിൽ നിന്നും നിരവധി MLAമാർ BJPയുടെ താമര ചിഹ്നത്തിൽ വിജയിച്ചുകൊണ്ട് കേരള നിയമസഭയിൽ ഉണ്ടാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തനിയാവർത്തനം തന്നെ നിയമസഭയിൽ ഉണ്ടാകും എന്ന പ്രഖ്യാപനം BJP നേതൃത്വം ഇതിനകം തന്നെ നടത്തിയിട്ടുണ്ട്. BJPയുടെ ദേശീയ അധ്യക്ഷനായി നിതിൻ നബീൻ ചുമതല ഏറ്റെടുത്ത ശേഷം അദ്ദേഹം ആദ്യമായി ഫെബ്രുവരി മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിൽ കേരളത്തിലെത്തുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ സുപ്രധാനമായ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ അദ്ദേഹം ചുവരെഴുതിക്കൊണ്ട് ചുവരിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ചിഹ്നമായ താമര വരയിച്ചുകൊണ്ട് BJPയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് വടക്കുന്നാഥന്റെ മണ്ണിൽ നിന്നാണ്, തൃശ്ശവി പേരൂരിൽ നിന്നാണ്, ശക്തന്റെ തട്ടകത്തിൽ നിന്നാണ്. അതിനാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അത്ഭുതങ്ങൾ കാണിക്കും എന്ന് പ്രഖ്യാപിക്കുന്ന ആ സ്ഥലത്തേക്കാണ് ഭാരതത്തിന്റെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത്. തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാം. ഇവിടെയാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന റോഡ് ഷോ അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുന്നത്. റോഡിന്റെ ഇരുവശങ്ങളിൽ 10,000-കണക്കിന് ആളുകളെ കാണാൻ കഴിയുന്നുണ്ട്. പാലക്കാടും അദ്ദേഹം റോഡ് ഷോ നടത്തിയിരുന്നു. അതിനുശേഷം തൃശ്ശൂരിലേക്ക് എത്തുകയാണ്. തൃശ്ശൂരിൽ കുറച്ചുകൂടി ദൈർഘ്യമുള്ള റോഡ് ഷോയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്നത്. KP, പാലക്കാട്ട് അങ്ങനെ വലിയ ആവേശക്കാഴ്ചയായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ആദ്യത്തെ പരിപാടിയാണ്. ഏതാണ്ട് 1 മണിക്കൂർ അവിടെ പ്രസംഗിച്ചു. അതിരൂക്ഷമായ വിമർശനമുണ്ടായി. പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ്. പാലക്കാട് BJP കേരളത്തിലേക്കുള്ള കവാടം, മാറ്റത്തിന്റെ പാതയിലാണ് സംസ്ഥാനം എന്ന് തന്നെയാണ് അല്ലേ? ആ പാലക്കാടിന്റെ ആ കവാടം തുറന്ന് ഒരു NDA സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുന്നു. അത്തരത്തിലൊരു ടീം വർക്കായിട്ടാണ് മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നത്. മുന്നോട്ട് പ്രയാണം തുടങ്ങിക്കഴിഞ്ഞു, ആരംഭം കുറിച്ചു കഴിഞ്ഞു. ഒരു അശ്വമേധം പിടിച്ചു കെട്ടാൻ ആരുണ്ടിവിടെ എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് നരേന്ദ്രമോദി പറയാതെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? കാരണം അത്തരത്തിൽ വലിയ രീതിയിലുള്ള ജനഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ട് തന്നെയാണ്
ഓരോ NDA സ്ഥാനാർത്ഥികളും അവരുടെ പര്യടനം തുടരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഗൗതം അല്പസമയം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ ജില്ലയിൽ എത്ര മണ്ഡലങ്ങൾ BJP NDA അക്കൗണ്ട് തുറക്കുമെന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. തൃശ്ശൂരും മണലൂരടക്കമുള്ള നേരത്തെ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിലായി കഴിഞ്ഞാലും വലിയ മുന്നേറ്റം കാഴ്ചവെച്ച ഒരു ജില്ലയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ, അല്ലേ? സമയത്തിനകത്തിന്റെ പ്രധാനമന്ത്രി, രാജ്യത്തിന്റെ പ്രധാന സേവകൻ നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തും. ഇപ്പോൾ തൃശ്ശൂരിൽ റോഡ് ഷോയ്ക്ക് പതിനായിരങ്ങളാണ് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറെ ആവേശത്തിലാണ് പ്രവർത്തകർ ഓരോരുത്തരും. ഇപ്പോൾ തെക്കേ ഗോപുരം നടയിൽ നിന്നും അരുൺ കൊടുങ്ങൂർ ചേരുകയാണ് വിശദാംശങ്ങളുമായി. അരുൺ, സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് നിന്നും നേരെ പ്രധാനമന്ത്രി തൃശ്ശൂരിലേക്കാണ് എത്തുന്നത്. അദ്ദേഹം യാത്രയിലാണ്. അല്പസമയത്തിനകം തന്നെ അവിടെ എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആവേശത്തിലാണോ അവിടെ ഒഴുകിയെത്തിയ ജനസാഗരങ്ങളൊന്നാകെ? തീർച്ചയായും അതിഗംഭീരമായ പാലക്കാട്ടെ പ്രസംഗം, അതായത് കേരള രാഷ്ട്രീയത്തിൽ കൃത്യമായി തന്നെ അവലോകനം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസംഗം. ആ പ്രസംഗത്തിന് ശേഷമാണ് നരേന്ദ്രമോദി നമ്മൾ ഈ കാണുന്ന ഈ വീതിയിലൂടെ റോഡ് ഷോയിൽ ഏറ്റവും ഗംഭീരമായ ഒരു റോഡ് ഷോ തന്നെയാണ് BJP NDA നേതാക്കളൊക്കെ തന്നെ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് രാവിലെ മുതൽ തന്നെ നിരവധി പ്രവർത്തകരാണ് ഈ കടുത്ത വെയിലിനെ, കടുത്ത ചൂടിനെയൊക്കെ അവഗണിച്ച് നരേന്ദ്രമോദിയെ ഒരു നോക്ക് കാണുക, ലോകത്തിന് മുന്നിൽ ഭാരതത്തെ തലയെടുപ്പോടെ നിർത്തുന്ന ആ പ്രധാനമന്ത്രിയെ ഒന്ന് കാണുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെ ഇവിടേക്ക് എത്തിയിരിക്കുന്നു. ശക്തന്റെ തട്ടകത്തിലേക്ക്, തൃശ്ശൂരിലേക്ക് അദ്ദേഹം എത്തുകയാണ്. ആ കാഴ്ചകൾക്കായി, അദ്ദേഹത്തെ ഒന്ന് കാണുവാനായി, ആ റോഡ് ഷോ ഒന്ന് കാണുവാനായുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ഇവിടെ എല്ലാവരും ഉള്ളത്. ആ ഒരു കാത്തിരിപ്പ് തന്നെയാണ് ഇവിടെ നോക്കുകയും ചെയ്യുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ജനസഞ്ചയം പ്രവർത്തകരെ കൊണ്ട് ഈ പ്രദേശം ഒന്നാകെ, ശക്തന്റെ തട്ടകം ഒന്നാകെ, ഈ സ്വരാജ് റൗണ്ട് ഒന്നാകെ നിറഞ്ഞിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു മണ്ണിലേക്ക് എത്തും. അതിനായുള്ള ഒരു കാത്തിരിപ്പ് തന്നെയാണ്. നേരത്തെ ഗൗതം വിശദമായി തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ BJPയെ സംബന്ധിച്ചോളം, NDA സംബന്ധിച്ചോളം തൃശ്ശൂർ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണ്. ഒരു MPയെ സമ്മാനിച്ച മണ്ണാണ്. അതോടൊപ്പം തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോടെ ഏറ്റവും ശക്തരായ, ഏറ്റവും കരുത്തരായ, ഏറ്റവും ജനസമ്മതരായ സ്ഥാനാർത്ഥികളെ ഇരക്കിയുള്ള ഒരു പോരാട്ടമാണ് ഇവിടെ NDA നടത്തുന്നത്. ആ NDA സാരഥികൾക്ക് ഏറ്റവും ആത്മവിശ്വാസം നൽകുന്ന, ഏറ്റവും കരുത്ത് പകരുന്ന ഒരു റോഡ് ഷോ കൂടിയാകും ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അതുതന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ ഓരോന്നായി കാണുന്നത്. മണിക്കൂറുകളായി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇവിടെ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. അങ്ങനെ ആ പ്രധാനമന്ത്രിയെ ഒന്ന് കാണുക, രാജ്യത്തിൻ്റെ പ്രധാന സേവകരെ ഒന്ന് കാണുക, നരേന്ദ്രമോദിയെ ഒന്ന് കാണുക, ലോക നേതാവിനെ ഒന്ന് കാണുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തോടെയാണ് ഈ കാത്തിരിക്കുന്നത്. എന്തായാലും ഇനി കേവലം ആഴ്ചകൾക്കപ്പുറത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. എന്തായാലും BJP പ്രവർത്തകരെ സംബന്ധിച്ചോളം, BJP നേതാക്കളെ സംബന്ധിച്ചോളം ഒരുപാട് ആത്മവിശ്വാസം നൽകുന്ന ഒരു നിമിഷം കൂടിയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. കാരണം തെരഞ്ഞെടുപ്പ് അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുന്ന ഈ ഒരു സമയത്ത് ആ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള ആസൂത്രണം നൽകിക്കൊണ്ട് പാലക്കാടെ പ്രസംഗം നമ്മൾ എടുത്തു നോക്കുമ്പോൾ കാണാം എത്ര കൃത്യമായാണ് അദ്ദേഹം കേരള രാഷ്ട്രീയത്തെ പഠിച്ചിരിക്കുന്നത്. കേരളത്തിലെ കേരളം നേരിടുന്ന ഓരോ പ്രശ്നങ്ങളും അക്കമിട്ട് നിരത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ അവിടെ പാലക്കാട്ടെ ജനങ്ങൾക്ക് മുന്നിലേക്ക് പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ വികസന പ്രശ്നങ്ങൾ, അതോടൊപ്പം ഇടത് വലത് മുന്നണികൾ ഈ കേരളത്തിൽ നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം അടക്കം തുറന്നു കാട്ടിക്കൊണ്ടുള്ള ഏറ്റവും ഗംഭീരമായ, ഏറ്റവും പ്രൗഢമായ, ഏറ്റവും ഹൃദ്യമായ ഒരു പ്രസംഗം. ആ പ്രസംഗത്തിന് നേരം അതേ ആവേശത്തോടെ തന്നെയാണ് ഭാരത് മാതാ കി വിളിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗം അവസാനിച്ചു. അതിനുശേഷം ഇതാ ഈ മണ്ണിലേക്ക്, ശക്തന്റെ തട്ടകത്തിലേക്ക്, തൃശ്ശൂരിലേക്ക്, പൂരനഗരിയിലേക്ക് അദ്ദേഹം എത്തുകയാണ്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്തേക്ക് പ്രധാനമന്ത്രി എത്തുകയാണ്. അതിനായുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ്. എല്ലായിടങ്ങളിലും അങ്ങനെ ആരവങ്ങൾ മുഴങ്ങുകയാണ്. നരേന്ദ്രമോദിക്ക് ജയ് വിളിക്കുകയാണ്, NDA സ്ഥാനാർത്ഥികൾക്ക് ജയ് വിളിക്കുകയാണ്. എല്ലായിടങ്ങളിലും മോഡിയുടെ കട്ടൗട്ടുകൾ ഇങ്ങനെ കാത്തിരിപ്പ് തന്നെയാണ് ഇവിടെ ഉള്ളത്. എന്തായാലും കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെ ഒരുക്കിക്കൊണ്ട് ഇവർ മുന്നോട്ട് പോകുന്നു. കാരണം അത്ര വലിയൊരു ജനസഞ്ചയം തൃശ്ശൂർ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലേക്കുള്ള ഒരു വലിയ ജനസഞ്ചയം ഈ ശക്തന്റെ തട്ടകത്തിൽ ഒന്നാകെ, ഈ സ്വരാജ് റൗണ്ടിൽ ഒന്നാകെ നിറഞ്ഞിരിക്കുകയാണ്. ഈ റോഡ് ഷോ കാണാവുന്ന എല്ലാ ഇടങ്ങളിലും പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സേനകളുടെയും കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വശത്തു മാത്രമാണ് ഇപ്പോൾ പ്രവർത്തകരെ ആ റോഡ് ഷോ കാണാനുള്ള ഒരു അനുമതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പകുതി പ്രവർത്തകർക്കോളം ഈ റോഡ് ഷോ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ട്. ഏതായാലും നമുക്കറിയാം പ്രധാനമന്ത്രിയുടെ ഓരോ വരവും അത്രത്തോളം ആവേശമാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുക. അത്രത്തോളം ആരവങ്ങൾ, ആഘോഷത്തോടെയാണ്
ഓരോരുത്തരും പ്രധാന സേവകനെ വരവേൽക്കുക. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊട്ടിക്കയറുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പാലക്കാട് നിന്നും തൃശ്ശൂരിലേക്ക് എത്തുന്നത്. അല്പസമയത്തിനകം തന്നെ അരുൺ പറഞ്ഞതുപോലെ തന്നെ റോഡ് ഷോ ആരംഭിക്കും. ജനങ്ങളൊക്കെയും അത്രത്തോളം ആവേശത്തിലാണ്. എല്ലാവർക്കും കാണാനുള്ള സൗകര്യം ഉണ്ടാകില്ല എങ്കിലും അരുൺ പറഞ്ഞതുപോലെ എങ്കിലും എല്ലാവരും പ്രധാനമന്ത്രിയെ ഒരു നോക്കെങ്കിലും കാണണം, ഒരു നിമിഷമെങ്കിലും കാണണം. അത്തരത്തിലുള്ളൊരു ആകാംക്ഷയിലും പ്രതീക്ഷയിലും വലിയ ആവേശത്തിലുമാണല്ലേ? തീർച്ചയായും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോയിലേക്ക് പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ, അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഈ ജനറൽ ആശുപത്രി പരിസരത്ത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. എന്തായാലും ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് മുന്നിലുള്ളത്. അതിനായുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയൊരു ജനബാഹുല്യം നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്നവരെ കൊണ്ട്, BJP പ്രവർത്തകരെ കൊണ്ട്, NDA പ്രവർത്തകരെ കൊണ്ട് ഈ തൃശ്ശൂർ നഗരം ഒന്നാകെ നിറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഉച്ചയോടെ തന്നെ വലിയ നിയന്ത്രണങ്ങൾ തൃശ്ശൂർ നഗരത്തിൽ ഒരുക്കേണ്ടി വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിലും എത്രയോ അധികം ആളുകളാണ് നരേന്ദ്രമോദിയെ കാണുവാനായി, ഈ റോഡ് ഷോ കാണുവാനായി എത്തി അവർക്ക് പുറത്തു നിൽക്കേണ്ട ഒരവസ്ഥയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഏറ്റവും വലിയൊരു ആവേശം നിറഞ്ഞ ഒരു നിമിഷത്തിലേക്ക് തൃശ്ശൂരിൻ്റെ തെരഞ്ഞെടുപ്പ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഏറ്റവും ആവേശം നിറഞ്ഞ ഒരു സമയത്തേക്ക് തൃശ്ശൂർ നഗരം ഒന്നാകെ പോവുകയാണ്, തൃശ്ശൂർ ജില്ല ഒന്നാകെ പോവുകയാണ്. NDA സംബന്ധിച്ചോളം വലിയ പ്രതീക്ഷ, സമാനതകളില്ലാത്ത വിജയം നേടാൻ കഴിയുമെന്ന് NDA നേതാക്കൾ, NDA സാരഥികളെല്ലാം തന്നെ ഉറച്ചു വിശ്വസിക്കുന്ന ആ മണ്ഡലത്തിലേക്കാണ് നരേന്ദ്രമോദി കൂടി വരുന്നത്. എല്ലാവരെയും ഹൃദയ തുല്യം സ്നേഹിക്കുന്ന ഒരു പ്രധാനമന്ത്രി, ആ ഹൃദയം കവരുന്ന പ്രധാനമന്ത്രി കൂടി ഈ മണ്ണിലേക്ക് എത്തുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക്, ആ ഒരു വലിയ പ്രഖ്യാപനങ്ങൾക്ക് ശേഷം, പാലക്കാട് വലിയ പ്രഖ്യാപനങ്ങൾക്ക് ശേഷം ജനങ്ങൾ നേരിടുന്ന, പാവപ്പെട്ട ജനങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അദ്ദേഹം തൻ്റെ പേരിൽ ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ കേരളത്തോട് അഭിസംബോധന ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം ഈ ഒരു മണ്ണിലേക്ക് എത്തുന്നത്. എന്തായാലും വലിയൊരു ആവേശത്തോടെ, വാക്കുകളിൽ വിവരിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു ആവേശം ശക്തന്റെ തട്ടകത്തിലേക്ക്, പൂരനഗരിയിലേക്ക്, ഈ ഒരു പൂരനഗരിയിലേക്ക് എല്ലാ ഇടങ്ങളിൽ കാണാൻ പറ്റുന്നത്. എന്തായാലും റോഡ് ഷോ കാണാവുന്ന എല്ലാ ഇടങ്ങളിലും അങ്ങനെ BJP പ്രവർത്തകരെ കൊണ്ട്, NDA പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ആ ഒരു നിമിഷത്തിനായുള്ള കാത്തിരിപ്പിലാണ്. എന്തായാലും 4:15 അദ്ദേഹം ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും കേവലം മിനിറ്റുകളുടെ അകലം മാത്രമാണ് ഈ തൃശ്ശൂരിൽ ആ റോഡ് ഷോ നടക്കാനുള്ള ഒരു സാധ്യതയുള്ളത്. എന്തായാലും ഇതൊരു സന്ദർശനത്തിന്റെ തുടക്കം മാത്രമാണ്. വീണ്ടും അദ്ദേഹം കേരളത്തിലേക്ക് വരുമെന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി വന്നിരിക്കുകയാണ്. BJP പ്രതീക്ഷ അർപ്പിക്കുന്ന ഏറ്റവും പ്രധാന മണ്ഡലങ്ങളിൽ കൂടി അടുത്ത ആഴ്ച കൂടി, ദിവസങ്ങൾക്കുള്ളിൽ കൂടി അദ്ദേഹം വരുന്നത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ചോളം NDA ദേശീയ നേതൃത്വം എത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നുള്ള ഒരു കാഴ്ചകൾ തന്നെ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ കൃത്യമായുള്ള വാഗ്ദാനം, അത് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട്, NDAയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുന്നിലേക്ക്, ജനസമക്ഷത്തേക്ക് അവർ അത് അവതരിപ്പിച്ചുകൊണ്ട്, വികസന രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട്, നരേന്ദ്രമോദി സർക്കാർ കൈ അഴിച്ചുകൊണ്ട് കേരളത്തിന് നൽകിയ പദ്ധതികളൊക്കെ തന്നെ അക്കമിട്ട് നിരത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം, അത് ഓരോന്നോരോന്നായി എടുത്തു പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗം, അതോടൊപ്പം തന്നെ ഇരു മുന്നണികളും കേരളത്തിൽ കാണിക്കുന്ന ആ ഒത്തുകളി രാഷ്ട്രീയം, അതൊക്കെ തുറന്നു കാട്ടിക്കൊണ്ട്, കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ അപജയങ്ങളൊക്കെ തന്നെ തുറന്നു കാട്ടിക്കൊണ്ട് കേരളം മാറാനായി NDAക്ക് വോട്ട് ചെയ്യണമെന്നുള്ള ഒരു വലിയ ആഹ്വാനം കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഏതായാലും ആ ആഹ്വാനങ്ങൾക്കൊക്കെ തന്നെ ശേഷം ഈ ഒരു പ്രവർത്തകരെ, ഇവിടെ തങ്ങി നിൽക്കുന്ന, ഈ കാത്തു നിൽക്കുന്ന, മണിക്കൂറുകളായി ചൂടിനെ സഹിച്ചുകൊണ്ട് നിൽക്കുന്ന ആ പ്രവർത്തകരെ കാണുവാൻ, അവരുടെ സ്നേഹം ഒന്ന് കാണുവാനായി നരേന്ദ്രമോദി എത്തുകയാണ്. അതിനായുള്ള ഒരു കാത്തിരിപ്പിലാണ്. എല്ലാ ഇടങ്ങളിലും അങ്ങനെ മുദ്രാവാക്യം മുഴങ്ങുകയാണ്. അതോടൊപ്പം തന്നെ പ്രവർത്തകർ പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഈ ശക്തന്റെ തട്ടകത്തിലേക്ക് സ്വീകരിച്ചു കൊണ്ടുപോകും. എന്തായാലും ആ ഒരു കാഴ്ചകൾക്കായുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ഉള്ളത്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ പ്രധാനമന്ത്രി മോദി ഈ ഒരു ശക്തന്റെ തട്ടകത്തിലേക്ക്, തൃശ്ശൂരേക്ക് എത്തും. BJPയെ സംബന്ധിച്ചോളം ഏറ്റവും അഭിമാനം നൽകുന്ന മുഹൂർത്തം, ഏറ്റവും കരുത്ത് നൽകുന്ന ഒരു മുഹൂർത്തം, അതോടൊപ്പം തന്നെ വരുന്ന ദിവസങ്ങളിലേക്ക് പ്രവർത്തനത്തിന് വലിയ ഊർജ്ജം നൽകുന്ന ഒരു മുഹൂർത്തത്തിലേക്കാണ് പോകുന്നത്. എന്തായാലും അതിനായുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ഈ ശക്തന്റെ തട്ടകം ഒന്നാകെ. ഗൗതം, അരുൺ പറഞ്ഞതുപോലെ തന്നെ ഈ ശക്തന്റെ തട്ടകം ഒന്നാകെ ആവേശത്തിലാണ്. കഴിഞ്ഞ ഓരോ തെരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാലും, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പായി കഴിഞ്ഞാലും തദ്ദേശ തെരഞ്ഞെടുപ്പായി കഴിഞ്ഞാലും, ഓരോ വർഷം കഴിയും തോറും, ഓരോ തെരഞ്ഞെടുപ്പ് വരും തോറും, അത് ഏത് തെരഞ്ഞെടുപ്പായിക്കോട്ടെ, BJPയെ സംബന്ധിച്ചിടത്തോളം, NDAയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു സാഹചര്യമാണ്
വോട്ട് ശതമാനം വലിയ രീതിയിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ച് തൃശ്ശൂർ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, തൃശ്ശൂർ അങ്ങ് എടുത്തിരിക്കുകയാണ് അല്ലേ. ഇനി ഇതാ തൃശ്ശൂരിൽ നിന്നും എത്ര മണ്ഡലങ്ങളാണ് BJP NDA അക്കൗണ്ടിലേക്ക് വരിക എന്നത് മാത്രമാണ് നമുക്ക് കാത്തിരിക്കേണ്ടത്. അങ്ങനെ പ്രവർത്തകരൊക്കെയും ആവേശത്തിലാണ്. തീർച്ചയായിട്ടും പല നിയമസഭാ മണ്ഡലങ്ങളിലും അക്കൗണ്ടിലാക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ, ദൃഢനിശ്ചയത്തോടെ തന്നെയാണ് ഓരോ പ്രവർത്തകരും ആവേശത്തോടെ തങ്ങളുടെ മുന്നണിക്ക് വേണ്ടി, NDA മുന്നണിക്ക് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത്. അവർക്കൊക്കെയും അത്യധികം ആവേശം നൽകുകയാണ് പ്രധാന സേവകന്റെ ഈ ഒരു കടന്നുവരവ്, അദ്ദേഹത്തിന്റെ ആ ആവേശകരമായ സാന്നിധ്യം. ഇനി അദ്ദേഹം തൃശ്ശൂരിൽ എന്ത് പറയും? പാലക്കാട് നിന്നും അദ്ദേഹം വലിയ ആവേശമാണ് ജനങ്ങൾക്ക് നൽകിയത്. പാലക്കാട് നിന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് BJP കേരളത്തിൽ അധികാരം പിടിച്ചെടുക്കുമെന്ന് തന്നെയാണ്. LDF ആയാലും UDF ആയി കഴിഞ്ഞാലും ജനങ്ങൾ അവരെ തിരസ്കരിച്ചു കഴിഞ്ഞു, അവർക്ക് മടുത്തു കഴിഞ്ഞു. ഇനി NDA എന്ന് പറയുന്ന ആ മുന്നണിയെ വലിയ പ്രതീക്ഷയോടെയാണ് നെഞ്ചേറ്റുന്നത് ജനങ്ങൾ ഓരോരുത്തരും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ കൂടുതൽ വാക്കുകൾ തൃശ്ശൂരിൽ ഉണ്ടാകും. അതിനു കൂടി കാതോർക്കുകയാണ് എല്ലാവരും അല്ലേ? തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേവലം ഭാഷകൾക്കപ്പുറത്തേക്ക് തൃശ്ശൂരിൻ്റെ സാംസ്കാരിക ഉത്സവം നടക്കാൻ പോവുകയാണ്. ഉത്സവങ്ങളുടെ രാജധാനി കൂടിയാണ് ഈ തൃശ്ശൂരെത്തത്. തൃശ്ശൂർ ആ ഒരു ഉത്സവ ലഹരിയിലേക്ക് തന്നെ ഈ തെരഞ്ഞെടുപ്പോടെ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും ആവേശകരമായ ഒരു മുഹൂർത്തത്തിലേക്കാണ് ഈ ശക്തന്റെ തട്ടകം ഒന്നാകെ എത്തിയിരിക്കുന്നത്. ഈ സാംസ്കാരിക നഗരി ഒന്നാകെ എത്തിയിരിക്കുന്നത്. കലയും കാവ്യവും എല്ലാം തന്നെ ഒത്തുചേരുന്ന പാരമ്പര്യത്തിൻ്റെ പച്ചപ്പ് നിറഞ്ഞ ഈ നഗരത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ്. ആഘോഷങ്ങളുടെ ഏറ്റവും പ്രഭവ കേന്ദ്രമാണ് തൃശ്ശൂർ. സംഗീതവും അതോടൊപ്പം തന്നെ സാംസ്കാരികവും എല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്ന, താളവും മേളവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആ മണ്ണിലേക്ക് എല്ലാ ഇടങ്ങളിലും അങ്ങനെ നരേന്ദ്രമോദിയെ ഇങ്ങനെ കാത്തിരിക്കുന്ന അസുലഭമായുള്ള ആ ഒരു നിമിഷം തന്നെയാണ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് മനസ്സിലാക്കുന്ന അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ പ്രധാനമന്ത്രി തൃശ്ശൂരിലേക്ക് എത്തും. എന്തായാലും ആ ഒരു കാത്തിരിപ്പിൽ ഇനി മിനിറ്റുകളുടെ അകലം മാത്രം